നവംബർ 10 32-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 17 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു വൃദ്ധൻ മരിക്കുകയായിരുന്നു. കിടക്കയിൽ കിടക്കുമ്പോൾ സമീപത്തിരുന്ന ഒരു സുഹൃത്തിന് അയാൾക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് വ്യക്തമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ 2 റോഡുകളിൽ സംഗമിക്കുന്ന കവലയ്ക്ക് സമീപമുള്ള ഒരു വയലിൽ ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ആ കവലയിൽ ഒരു പഴയ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അത് വളച്ച് ഒടിച്ച് അതിൻ്റെ അമ്പുകൾ തെറ്റായ രീതിയിൽ വെച്ചു. അതുമൂലം അനേകം യാത്രക്കാരെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ആ പ്രവൃത്തിയിലൂടെയും എൻ്റെ ജീവിതത്തിലെ മറ്റ് തെറ്റായ പ്രവൃത്തികളിലൂടെയും ഞാൻ എത്ര പേരെ വഴിതെറ്റിച്ചുവെന്ന് അത്ഭുതപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ പാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കാനുള്ള നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും നാം പലപ്പോഴും ദൈവമഹത്വത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ടാണ് എപ്പോഴും യേശുവിൽ വസിക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം അവനില്ലാതെ നാം വഴിതെറ്റിപ്പോകും. നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ യേശു നമ്മെ ഉപദേശിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതിന് പകരം നമുക്ക് അവരുടെ മേൽ ഒരു നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. തിരികല്ല് എന്ന പദം ഉപയോഗിച്ചതും കടലിൽ എറിയപ്പെട്ടതും മറ്റുള്ളവർ ഇടറിപ്പോകുന്നതിനുള്ള ഒരു ഉപകരണമാകരുതെന്ന ശക്തമായ മുന്നറിയിപ്പാണ്. ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മുടെ ദൗത്യം ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്, അല്ലാതെ അവരെ ആട്ടി ഓടിക്കുകയല്ല. ഇന്നത്തെ ലോകത്ത് സഭയ്ക്കും പുറത്തും നമ്മൾ ആദരവോടെ കാണുന്ന പല വ്യക്തികളെക്കുറിച്ചും നടക്കുന്ന അപവാദങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അവരുടെ നിഷേധാത്മക സ്വാധീനത്തിന് വിധേയരാകാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. കാരണം നമ്മുടെ സ്വന്തം പാപങ്ങളുടെ മോചനത്തിനും പരിവർത്തനത്തിനും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപങ്ങളുടെ മോചനത്തിനും പരിവർത്തനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.